ഇവിടെ ഒരു ചെറിയ പയ്യൻ തന്റെ അച്ഛന്റെ ഭക്ഷണത്തിലേക്ക് വീഴുന്നു. എന്നാൽ ജാക്ക് അതറിയാതെ ഒരു സ്പൂൺ വെച്ച് തന്റെ മകനെ ഉൾപ്പെടെ കഴിക്കാനായി പോകുമ്പോൾ ഇത് മനസ്സിലാക്കി അവരുടെ പട്ടിക്കുട്ടി ജാക്കിനെ തടഞ്ഞു. നോക്കുമ്പോൾ ആ സ്പൂണിലായി തന്റെ സ്വന്തം മോനെ കാണുന്നു. എന്നാൽ അവൻ ഒറ്റയ്ക്കല്ല, ആ ടേബിളിൽ തന്നെ അവന്റെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ശരിക്കും ഇവരെങ്ങനെ ഇത്ര ചെറുതായെന്ന് നോക്കിയാൽ ജാക്ക് ഒരു വലിയ സയന്റിസ്റ്റ് ആണ്. അവനിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു വസ്തുവും ചെറുതാക്കാൻ സാധിക്കുന്ന ഒരു ലേസർ ആണ്. എന്നാൽ ആദ്യത്തെ ടെസ്റ്റിൽ ഒരു ആപ്പിൾ ചെറുതാക്കുന്നതിന് പകരം അത് ബ്ലാസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ആ ടെസ്റ്റിൽ ലേസർ ഫെയിൽ ആകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാക്കിന്റെ മകനും അവന്റെ ഫ്രണ്ട്സും ബേസ്ബോൾ കളിച്ച് ആ മുറിയിലേക്ക് ബോൾ പോകുന്നത്. ജനല് തകർത്തു വന്ന ബോള് ആ മെഷീൻ ഓണാക്കി അതിലെന്തോ കേടുവരുത്തി. അങ്ങനെ ഇപ്പോൾ നോക്കിയാൽ ആ ലേസർ തനിയെ പ്രവർത്തിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു സോഫ ചെറുതാക്കുന്നു. എന്നാൽ അതറിയാതെ ആ ബോൾ എടുക്കാനായി വന്ന കുട്ടികളും ഈ ലേസറിന്റെ മുന്നിൽ പെട്ടു. അങ്ങനെ ഇപ്പോൾ അവര് 4 പേരും വളരെ ചെറുതായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ അവിടേക്ക് ദേഷ്യത്തോടെ വന്ന ജാക്ക് തന്റെ കണ്ടുപിടുത്തം ഒരു ഫ്ലോപ്പ് ആണെന്ന് കരുതി ആ മെഷീനും തല്ലി തകർത്തു. ശേഷം അവിടുള്ള പൊടിയെല്ലാം തൂത്തുവാരി ആ കുട്ടികളെ ഉൾപ്പെടെ ഒരു വേസ്റ്റ് കൊട്ടയ്ക്കകത്തിട്ടു.